Please like, share and subscribe. Yeah. പറടാ. ആകാശേട്ടനാണ് നമ്മുടെ ഇന്ന് വ്ളോഗിന്റെ മെയിൻ. പറയൂ ആകാശേട്ടൻ, പറ. എഴുതിച്ചോണ്ടിരുന്നോ ഇതൊക്കെ ഇടാവും. ഗൈസ് ഹൈ, നമ്മളൊരു യാത്രയിലാണ്. ഇൻഡപ്പ കമ്പനി ചെയ്യണ കുറച്ച് പേരെ കാണിച്ചു. എന്ത് എന്തൊക്കെയോ പറയാനുണ്ട്. നമ്മള് IIT മദ്രാസിൽ പോവാണ്. ഒരു 3 day ക്യാമ്പ്. നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് അത്ര എക്സ്പെക്ടേഷൻ ഇല്ല. അവിടെ പോരാ, അതാണ് അവളുടെ എക്സ്പെക്ടേഷൻ. ഓ സംഭവം നീ അവൻ എക്സ്പെക്ടേഷൻ ഇല്ല. അവൻ ജീവിക്കുന്നത് പറയണ്ടേ പറ. എനിക്ക് നല്ല എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ചേട്ടനാണ് ഇവിടെ എക്സ്പെക്ട് ആയി പറഞ്ഞോളാം. അപ്പം ഇല്ലല്ല ടേക്ക് 2 1 3 ഒന്നുമില്ല. ഇത് തന്നെ ഇടുള്ളൂ. ഇവിടെ ചേട്ടനാണ് കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉള്ളത്. ചേട്ടൻ പറ. അതെ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ ആദ്യം പറയണം. അവിടെ ചെന്നിട്ട് എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? കോളേജ് കാണണം, ഹോസ്റ്റലിലോട്ട് പറഞ്ഞ നടക്കേണ്ടി വരുന്നു. എനിക്ക് അതാണ് ഷോ പഠിക്കണം, വേറെ ഒന്നുമില്ല. അതെ, ജിമ്മനുണ്ട് ഗൈസ്. അപ്പം ബാക്കിയുള്ളത് മഡ്നായിട്ട് എത്തിയിട്ട് കാണാം. ബൈ ബൈ. ഒരു ഗ്രീനറി എന്താണ് സാധനം കാണിച്ചു കൊടുക്കുക. ഇത് കണ്ട ഫുള്ളും തീർത്ത്, ഫുള്ളുണ്ടായിരുന്നാണ് ഒറ്റയ്ക്ക് അയച്ചെടുത്ത്. ആളെ കിട്ടിയില്ല, സോറി. അയച്ചോടാ, അവന് കാണാൻ പറ്റിയില്ല. ഓൾവേസ് അതെ അതെ. അതല്ലേ ഫ്ലെക്സിങ് ജിം റാറ്റ്. ഇടൊന്നും പെണ്ണുങ്ങളുണ്ടാവില്ല, ഞാൻ നോക്കണം. പിടങ്ങി പോകാനാടാ പിന്നെ. അപ്പുറത്തെ ജനാലയിൽ നോക്കിയാ എന്താടാ ഫുള്ള് ഡാർക്കാണല്ലോ. തുടങ്ങിയിട്ടില്ല, അപ്പോഴത്തേക്ക് ഫുൾ ഡാർക്കാണല്ലോ. എന്നടാ പോട്രാ, സാരല്ല. ഞാനുണ്ട്, പക്ഷേ ഞാൻ മറന്നുപോയി. പറഞ്ഞാ ടേബിള് വിചർപ്പിച്ചിരിക്കുകയാണ്. ഗുഡ് ഗായ്. എന്നിട്ട് പൊട്ടറിന്റെ ജോക്കറാ ഇഷ്ടാ. കളിക്കാനുണ്ടോ? എന്റെ അമ്മയാ. പാടില്ല, എല്ലാം സെറ്റ് ആവണം. 4 കാർഡിന്റെ സെറ്റ് എന്ന് പറയണ ഓർഡർ ചെയ്ത് തന്നെ 1 2 3 4 അങ്ങനെ സീക്വൻസ് 13 ചീട്ട്. ഒരു സെറ്റ് 4 ബാക്കി സെറ്റ് 3 കിടക്കണതിന് മുമ്പ് കിടക്കും.
അതെ കിടക്കണതിന് മുമ്പ് റീൽ കണ്ടു കിടക്കും. റീൽ തന്നെയാണോ അത് കോള് വിളിക്കാൻ ഒന്ന് വീതം പോകുന്നത് പക്ഷേ ഈ സാധനം നയിച്ചത് ഒരാള് കുടിക്കണ വെള്ളത്തിന്റെ വീഡിയോ എടുക്കണം മോശം കേട്ടോ. ആണോ? ഒരാളെന്നല്ലോ പിന്നെ ഫിസ്സാണ്. അതെ പറഞ്ഞോ പറഞ്ഞോ. ലൈവായിട്ട് കിട്ടുന്നത് ചെറിയുടെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാട്ടോ. ആ അതിപ്പോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടാ മതി, കണ്ടോളൂ. ഡബ്ബൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ആ ചീട്ടുകൾ നിർത്തി എടുത്ത് വെക്കാണ്. അടുത്ത എന്താണെന്ന്? അന്താക്ഷരി. അന്താക്ഷരി. റൈറ്റ് ടൈം 10:10 അല്ലേ? 10:10. ആ നൈറ്റ് ആ പിന്നെ ശമ്പൂനടിച്ചോ. ജിംറായിട്ട് പൊക്കി കൊടുക്കാൻ നേരിടുന്നു. അവനോടൊപ്പം ഞാൻ അവന്റെ ഈഗോനെ ഹെർട്ട് ചെയ്തു. പണ്ടത്തെ ആൾക്കാരോടെ പണിയെടുപ്പിക്കുള്ളൂ. അതെ അവന്മാർക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ അവന്മാർ പണിയെടുക്കും. എന്നെ നമ്മണ്ടായിരിക്കണേ. നീ ഭയങ്കര സൈലന്റ് ആണോ? സംസാരിക്കണേ ഇപ്പൊ കളിക്കുന്ന അറിയോ? അന്താക്ഷരി. അന്ന് തുടങ്ങിക്കോ. അമലായിട്ട് തുടങ്ങിക്കോ. ടീമൊന്നുമില്ല. എല്ലാവരും ടീം വേണോ? എന്നാ നമുക്ക് 3 പേർക്കും ടീം. ഒരു 3 പേരും ടീം. അല്ല നമ്മക്ക് 3 പേരും നിങ്ങൾ 3 പേരും ടീം. ഓക്കെ ഓക്കെ അല്ലേ? നീ വാ തുടങ്ങിക്കോ. നീ തുടങ്ങിക്കോ. അല്ല നീ തുടങ്ങിക്കോ. നീ പറ. നന്ദിത അതെ തന്നെ തന്നെ. പ്രായം കുറവുള്ള ലേഡീസ് ഫസ്റ്റ്. അല്ല നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊരു പാട്ട് അതിന്റെ അവസാനം ഞങ്ങൾ എടുത്താ പോരെ. ഓ അങ്ങനെ പാട്ട് പഠിക്കും. എന്റെ മുന്നേ പാടിക്കോ. എന്താണ് ഇതിങ്ങനെ പാടാം പാടട്ടെ. ആയിരം പിന്നെ അത് വായി കൊടുത്തു. ഞാൻ പറയാം. നിന്റെ സ്റ്റോറേജ് വിട്ട വേഗം പാടിക്കോ. തേൻ വണ്ടു ഞാൻ അനകേ വണ്ടു ഞാൻ ഞായ ഞാനും ഞാൻ അയ്യോ ഞാനും എൻ്റെ ആളും 40 പേരും ഭൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ആ കപ്പൽ ക്യാമറ വന്നപ്പോ കപ്പലും പോയി. കപ്പലണ്ടി പാടിക്കോ. കപ്പലിലാണേ കുപ്പായക്കാരി പകരം പൊക്കി നോക്കി കാത്തു 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 നിന്നു മന്ദാരപ്പൂ വിരിയണതെങ്ങനാണെന്ന്. മന്ദാരപ്പൂ വിരിയണത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല. ബാക്കി എന്നാ അവർക്ക് അത്ര അറിയുള്ളൂ. ഇല്ല ഈയാണോ? അറിയില്ല. പഠിക്കോ. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. മാമ്പഴം മാമ്പഴം എനിക്കറിയില്ല. ക്യാമറ കൊടുത്തപ്പോഴേക്ക് കൊട്ടൊക്കെ തിന്ന്. ഓക്കെ അപ്പൊ ഏതാ ലെറ്റർ? മായ കരികെ തെല്ലാറില്ല കിരണാലെ നന്ദിച്ചേരില്ല. തെലുങ്ക മലയാളമാണോ എന്റെ? തെലുങ്ക് പാടി ഞാൻ കേൾക്കാം. തെളിവായി തെളിവായി മാനം
ഉഷകാലം മുന്നിൽ കാണുന്നു ഭാഗമതി. ഓ എന്താണോ മയ്യാകെ പൂക്കുന്നു പൂക്കാലം പറയാത്തൊരു ബന്ധം അറിവോ ഞാൻ. എടാ കരയല്ലേ, കരയണ്ട ശരിക്കും. എന്റെ ദൈവമേ, വെറുതെ കിടന്ന് ചിരിച്ചൊരു ചിരിപ്പിക്കലേ. അല്ല നിർത്തി നിർത്തി നിർത്തി. എന്താ കരയല്ലടാ, തിരിച്ചിട്ട് കരയാണ്. വിഷമിക്കണ്ട വിഷമിക്കണ്ട. എന്താണ് ഒന്നും പറയാനില്ല. പറഞ്ഞിട്ട് പാടും. ഞാൻ മിണ്ടല്ലോ. മല്ലിക്ക ചെമ്പകം മൂത്തും എന്താ അപ്പൊ ഇത് നീ പാടുന്ന വീഡിയോ ഉണ്ട്. ഒരു സെന്റൻസ് അതെ. എന്നാ പാട്ട് മനസ്സിലായില്ല. ഓ പാടിക്കോ പാടിക്കോ പാടിക്കോ. നെഞ്ചിലെ പൂമണിക്കോട്ടിൽ തന്തുണി നീട്ടും പെണ്ണെ കൊഞ്ചിവനണയുമി തെന്നലിൻ മുന്നിലെ നാണം കൊണുങ്ങുന്ന പൊന്നെ. കഴിയുമ്പോ വിളിക്കട്ട പാടിക്കോ. എത്ര അറിയോളന്നൊക്കെ പാട്. ഈ പാട്ടായിരുന്നല്ലേ. അതെ യൂസ്ലെസ് യൂസ്ലെസ് തിങ്ക ഹബിന്റെ. അല്ല എല്ലാവരും ഇവിടെ നോക്കിപ്പോ ചോറ് വയ്ക്കുമ്പോ രണ്ടുപേര് അവിടെ ന്യൂഡിൽസ് കഴിക്കുന്നത്. അയ്യോ എന്നെ പതിയെ കഴിച്ചാൽ മതിയാ, പതിയെ കഴിച്ചാൽ മതി. ഞങ്ങൾക്ക് മതി. എല്ലാവരും പൊതിച്ചോറ കൊണ്ടതേ കണക്കാക്കി. മീൻ ഐ മീൻ ഫിഷ് ബീഫ് വരാനുണ്ട്. ബട്ട് വേറെ നീക്കാനില്ലല്ലോ. എന്താടാ നീ അണ്ട ബിരിയാണി വാങ്ങിച്ച് കഴിക്കണില്ലേ? കഴിക്കടാ. ഞാൻ കഴിച്ചോളാം. അണ്ട ബിരിയാണി 130 രൂപ. 130 രൂപ ഇതിനാ ഓപ്പൺ ചെയ്ത്? എന്തോരം ഉണ്ട് നോട്ടെ. അത് കുഴപ്പമില്ല, ചെയ്തിട്ടുണ്ട്. പാവൻ സെക്കൻഡ് അണ്ട ബിരിയാണി കഴിക്കാൻ പോവാ. ശരി എന്നാ കഴിച്ചിട്ട് വിളിക്കാം ഞാൻ. അണ്ടാന്ന് പറഞ്ഞാ വേറെ എന്തോള്ള ചിക്കനാണുള്ളത്. നിന്നെ പറ്റിച്ചാ? ചിക്കൻ ബിരിയാണിയാണോ? അണ്ട ബിരിയാണി പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ചിക്കൻ പറഞ്ഞേ. ശരി ടാറ്റാ, ഞാൻ പോട്ടെ. ഞങ്ങളവിടെ ഫുഡ് കഴിക്കുന്നു. മിസ്സുമാരൊക്കെ ആക്കി മിസ്സിനെ വന്നതിനെ കൊണ്ട് ഹോസ്റ്റലിലാക്കി ഞങ്ങൾ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോകാൻ പോണു കൃഷ്ണ. സോ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങളങ്ങനെ റൂമിലല്ല ഹോസ്റ്റലിന്റെ ഫ്രണ്ടിലെത്തി. ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കുക. ആരോടും അല്ല. അത്യാവശ്യം ഇവിടെ വന്നിട്ട് കുറെ കാടും കുറെ മാനും മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. ഇപ്പോൾ 2 ഹോസ്റ്റലും കണ്ടു, വേറെ ഒന്നും കണ്ടില്ല. കോളേജ് എവിടെയാണെന്ന് അറിയില്ല. നോക്കണം, നാളെ രാവിലെ എന്നിട്ട് നോക്കണം. ഗൈസ് അവസാനം നിന്റെ പിടിച്ചോണ്ട് പോവും അല്ലേ? നീ ഒറ്റക്കുള്ളോടാ? എടാ വേണ്ടട്ടാ 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 വേണ്ടട്ടാ
പോട്ടെ ടാറ്റാ. എന്തിനാ വന്നെന്നാ ചോദിക്കണെന്ന് തോന്നുന്നതേ, എന്തൊക്കെയോ ചോദിക്കുന്നത്. ടാറ്റാ. അതെ, ആരാ ഇങ്ങോട്ട് വന്നേ? ആ ചോദിക്ക്. കടിച്ചെന്നാ? ഹായ് ടാറ്റാ. ഞങ്ങൾ പോണം, ഞങ്ങൾ റൂമിലിട്ട് പോയിട്ട് വരാം. ഞങ്ങള് എന്ത് പാടത്, കൊറേ ഉണ്ടല്ലോ. എന്ത് പട്, എവിടെയാടാ സ്റ്റെപ്പ് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ആ ഇവിടെ തന്നെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നാ? കേറി. എന്റെ ദൈവമേ, ഇതുവരെ റൂം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എവിടെയോ പോകുന്നുണ്ടാമല്ലേ, അവന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ആംബിയൻസ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. നല്ല കച്ചറ ആംബിയൻസ്. എവിടേക്കാ പോകുന്നേ? എന്തറാ ഒച്ചയൊക്കെ കേക്കുന്നു? എന്തറാ, ഇത് തന്നെയാണോ വഴി? രാത്രി ഇപ്പൊ എത്ര മണിയായി? 11 എന്നിട്ട് നമ്മൾ 3000 എവിടാ? ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ട്, അവരായിട്ട് മാത്രം മിസ്സായി. എവിടെ പോയി ഇതൊരു എടുത്തോ ഇല്ലടാ. just keep shut. എടാ, where is someone gone? Yeah, call him. Otherwise, what we are gonna do? അമ്മല് മാത്രം മിസ്സായി. ഇതെന്ത് ബിൽഡിംഗ് എടാ, ഒരു ജാതി ബിൽഡിംഗ്. ഇത് നത്തിങ്. സ്റ്റെപ്പ് എടുക്ക. അങ്ങനെ റൂം കിട്ടി. ഇനി ഇതൊക്കെ ഒന്ന് നേരെ ആക്കിയിട്ട് പില്ലോ ഒക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്യണം. ഒരു റൂമിൽ 2 പേരാ. Nice. Yeah. അല്ല, അന്ന് കട്ടിൽ ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ഒരെണ്ണം. ആണോ? ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഇത് കണ്ട, ഇതാണ് റൂം. ബെഡിന്റെ ഇവിടെ പിന്നെയും പൊടിയില്ല, അതിന്റെ അടിയിൽ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. ബെഡൊക്കെ കമത്തി ഒന്ന് വാസത്താക്കണായിരുന്നു. ഇതൊക്കെ കണ്ട നല്ല പൊടിയാ അവിടെ. നമ്മള് ഇനി ടീച്ചറിനെ തപ്പി നടക്കണം. തപ്പിയല്ല, അവര് ഹിമാലയസിലോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സിന്റെ പേരാട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോയിട്ട് കുറച്ച് കപ്പലണ്ടിയൊക്കെ കഴിക്കരുത്. ഓരത്ത് നടന്നുകൊണ്ട് പോക്കറ്റിൽ നിന്നൊക്കെ എടുത്താൽ കഴിക്കണം. പിന്നെ കുരങ്ങന്മാരെ പറ്റിക്കാൻ ഓരോരുത്തർ ഫയലും കയ്യിൽ വെച്ചിട്ടുണ്ട്. കാണിക്കുമ്പോ കുരങ്ങന്മാർക്ക് ഫയലാൻസ് കൊടുക്കും. സെഷൻ എവിടെയാ നടക്കുന്നത് എനിക്കറിയില്ല. സാക്കിലല്ലേ? സാക്കിൽ ആദ്യം പോകണം. സാക്കിന്റെ ഫുൾ ഫോം ഞാൻ മറന്നു. എന്തോ സ്റ്റുഡൻസ് ആക്സലറേഷൻ സെന്ററോ അങ്ങനെ എന്തോ. ടീച്ചർ ചോദിച്ചേക്കുന്നു ഗ്രൂപ്പിൽ. എന്തോ സെഷൻ എവിടെയാണ് നടക്കുന്നത് എനിക്കറിയത്തില്ല. അതാ ഇതിൽ നോക്കി മെയിൽ നോക്ക്, ചിലപ്പോൾ ഉണ്ടാവും ഷെഡ്യൂള്. അല്ലെങ്കിൽ ചെല്ലുമ്പോൾ ഗ്രൂപ്പിൽ കാണാൻ പറ്റും. ഇപ്പം ഞങ്ങളിത് ഹിമാലയസ് എത്താൻ പോണു. അവരവിടെ എത്തിയിട്ടുണ്ടോ അറിയില്ല. അവിടെ മീറ്റ് ചെയ്യാൻ തൊട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അവസാനം ഫുഡ് കിട്ടി ഗൈസ്. സേമിയ ഉപ്മ, പരിപ്പുവട, ചായ, കപ്പലണ്ടി, മുട്ട. അത് നമ്മളെ പേഴ്സണലി സാറിന് ഇന്നലെ മെസ്സേജ് ഇല്ലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂപ്പൺസ് കരുതി വെച്ചിട്ടുണ്ട്. സോ അല്ല, ഷാമ്പു കഴിച്ചു തുടങ്ങി ഇപ്പം തന്നെ. എത്തി. ഞങ്ങൾ ഇവിടെയാണ് പരിപാടി. സാക്ക് സ്റ്റുഡൻറ് ആക്സിലറേഷൻ സെന്റർ അല്ലേ? ആക്ടിവിറ്റി സെന്റർ. ഓക്കെ. ഞാൻ എന്താടാ ചിരിക്കണം? നമ്മളെല്ലാവരും താഴെ. നമുക്ക് ഇവിടെ ഞങ്ങളാണ് ഫസ്റ്റ് എത്തിയേക്കണേ. ഫുഡൊക്കെ കഴിച്ച് ഫസ്റ്റ് നമ്മളെത്തി. നമ്മൾ പഞ്ച്വൽ. 8 മണി എന്ന് പറഞ്ഞാൽ ഇപ്പം എത്ര മണിയായി? 8. നമ്മൾ താഴെ രജിസ്ട്രേഷൻ 8 മണിക്ക് എത്തിയതാ.
ഉച്ചഭക്ഷണമായി ഗൈസ്. അതാണ് പക്ഷെ എനിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ ഗോദാവരി അല്ല സാക്കിലോട്ട് പോകുന്നു. സ്വിമ്മിംഗ് പൂളിലൊന്ന് മുങ്ങിപ്പോയാലോ? കറക്റ്റ് 1 മണിക്ക് 1:30 എത്ര മണിക്കല്ല പറഞ്ഞു? 1:30 നല്ലൊരു പിന്നെ ഞങ്ങള് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. എന്തായിരുന്നടാ? ചോറും മുളക് ബജി, സാമ്പാർ, രസം, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നല്ലോ? തൈര്, പപ്പടം, കറിവേപ്പില ചമ്മന്തി. ഞാൻ നോക്കുമ്പോ ഒരാള് കറിവേപ്പില ചമ്മന്തി മാത്രം കൊറേ പോയിട്ടുണ്ട് പോകുന്നത്. എങ്ങനെ കഴിക്കാനാ? ആ ഒരാള് ഇഷ്ടമല്ലേ? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ഇഷ്ടമായി. ഞാൻ ബാക്കി അവന് കൊടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ രാവിലെ പരിപ്പോട് കൊടുത്ത പോലെ എറിഞ്ഞ കല്ല് പോലത്തെ സാധനം എന്റെ കഴിച്ചു കഴിഞ്ഞ്. അപ്പൊ ബാക്കിയൊന്നും അവന് കൊടുത്തു. അവന് ചപ്പാത്തി കഴിക്കാനുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചോട്ടപ്പാ കൊടുത്തു. അവന് വേണ്ട മറ്റേ നിക്കണ്ടേ, ക്യൂ നിക്കണ്ടേ. ഞാൻ നല്ല തങ്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് ഞാൻ കൊടുത്തു. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മലേട്ടാ ഫുഡ്? സെറ്റ് ഫുഡ് ഇഷ്ടപ്പെട്ടാ? അപ്പൊ ഓക്കെ, നമുക്ക് പിന്നെ സെഷൻ കുഴപ്പമുണ്ടായില്ല. ആ സെഷൻ കാര്യം പറഞ്ഞില്ല, ഇരുന്ന് മതിയായി. അത് മാത്രം ഒരു കുഴപ്പമുണ്ടാവുള്ളൂ. നമ്മള് ആ സ്റ്റെപ്പും ഇരിക്കണോണ്ട് കുഴപ്പമുണ്ടായിരുന്നു. ഇന്നലെ യാത്ര ചെയ്തിട്ട് ട്രെയിനിൽ അത്ര നേരം ഇരുന്ന് ഭയങ്കര ശോകമായിരുന്നു. വീണ്ടും ഇരിക്കണം. എവിടെ എന്തോ കഴിച്ചോണ്ടിരിക്കും. ഏതൊക്കെയോ കൊരങ്ങന്മാരെ കണ്ടതേ. ഇവൻ അംജിത്ത് എന്നൊക്കെ പറയാന്. ഏട്ടനാണ് കണ്ട, അതിന്റെ മുടിയൊക്കെ കറുത്തിട്ടുണ്ട്. അപ്പോ ഞങ്ങള് ഇപ്പൊ സാക്കിലോട്ട് വീണ്ടും കയറാൻ പോവാ. അപ്പൊ തരാം. വീഡിയോ എടുത്ത അംജിത്തിനെ കൊല്ലാൻ പോണു. ഇതേ ശംഭു കാരണം അംജിത്തിന്റെ പെൺപിള്ളേരൊക്കെ ഭീഷണിപ്പെടുത്തിട്ട് തെലുങ്കാനയിലെ പെൺപിള്ളേര്. എന്റെ ദൈവമേ, എന്ത് ചെയ്യാൻ പറ്റും? அப்படியே எதுவும் இல்ல. Please like, share and subscribe. ഇത് കേൾക്കണ്ടവര് കേട്ടോ കൊല്ലും. വെരി ഇന്നസെന്റ് എന്നല്ലേ പറഞ്ഞോളൂ, വേറൊന്നും പറഞ്ഞില്ലല്ലോ. No, actually you have to come to our college. You will know who he is. Yeah, actually this is not his also. Oh yeah, sincere. No. Shabari. Chala innocent. Chala amayatudu Telugulo. He'll translate if you want. മനസ്സിലായി. Innocent. See his face. Yeah. Show. Joke. It's a joke. Oh, it's a joke, man. Pote. Bye. Good night, guys. Good night. Vlogging, guys. Photo. ഗൈസ്, ഇന്നിവിടെ നന്ദിതയുണ്ട്, അമലേട്ടനുണ്ട്, പിന്നെ 2 സർക്കസുകാരുണ്ട്. അതെ, ഇറങ്ങിയ രാത്രിത്തെ ഫുഡായി വെച്ചോണ്ടിരിക്കുകയാണ്. ആകാശേട്ടൻ എന്താണത്? ചങ്ങാതി പോഡ്കാസ്റ്റ് റെക്കോർഡിംഗ് ഗൈസ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. അത് കുഴപ്പമില്ല, നമ്മളൊക്കെ തന്നെയല്ലേ ഉള്ളൂ. നീ പറഞ്ഞു ഇല്ല. എന്താ അതാണ് അവിടെ എടുത്തോണ്ടിരിക്കുന്നത്.
കാണണില്ല. ഇന്ന് പാടിക്കോ ആകാശട്ടാ ഉണ്ണി ഗിഫ്റ്റ് കിട്ടി. ആകാശേട്ട ഒരു ട്രോഫി ഇട്ടിരിക്കുകയാണ്. നിങ്ങള് ചങ്ങാതി പറയാൻ നോക്ക്. ഇന്നത്തെ പരിപാടിയുടെ ട്രോഫി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചങ്ങാതി പോഡ്കാസ്റ്റ് ഹോസ്റ്റഡ് ബൈ IEC SLMI. സോ ഇപ്പോൾ നമ്മളുള്ളത് അങ്ങനെയാണോ പറയേണ്ടത്? അല്ല, ഈ എപ്പിസോഡ് ഒരു ആകാശേട്ടാ ഞാൻ അതൊന്നും ഉദ്ദേശിച്ചില്ല. നീ എടുക്കണ വീഡിയോ കേട്ടിട്ട് ചോദിക്കുന്ന ഡയലോഗ് അഭിജിത്ത് പറഞ്ഞു പോയതാ കേട്ടോ. സ്ഥിരം കേട്ടിട്ടേ അവൻ ചോദിക്കാറുള്ള ഡയലോഗ് അവൻ പറഞ്ഞു പോയതാ. ചോദിച്ചു ഞാൻ വിട്ടു. എന്റെ കൂടെ കുറച്ച് പേരും കൂടി ഉണ്ട്. അവരായിരിക്കാൻ നോക്കുന്നുണ്ട്. CEO പറയണ്ട, CEO കമ്മിറ്റി മെമ്പേഴ്സിന് CEO തരണം, ഭാവി CEO. ഞാൻ വീഡിയോ എടുത്തു. മതിടാ. ഹോസ്റ്റഡ് ബൈ IEC SLMI. സോ ഇന്നത്തെ എപ്പിസോഡ് ഒരു അങ്ങനെ ഞാൻ ചാടി കളിക്കും. വീഡിയോ എടുത്തു. നീ എന്റെ കരളല്ലേ, രാവിന്റെ മാറിൽ മയക്കം കൊള്ളുന്നു നീ എന്റെ കനമാകെ. മുത്തേ പിണങ്ങല്ലേ, എന്റെ കുറ്റം ചെയ്തു ഞാൻ തന്നെ തന്നെ. അപ്പൊ ഓക്കെ ഗായ്സ്, ഇന്ന് അതെ മതി മതി. അപ്പോ ഗായ്സ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നേരെ നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ പടവും. അപ്പൊ ഓക്കെ ഗൈസ്, ശരി ചേട്ടാ. മക്കളെ എന്നാടാ റോസ് മിൽക്ക് ഞാൻ പൈസ തരാം. റോസ് മിൽക്കാ, റോസ് മിൽക്ക്. അപ്പൊ പൈസ പൊട്ടിക്കാണ് ശംഭു. അവനെല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്താല്ലേ സീനല്ലേ ശംഭു? എനിക്ക് വേറെ എന്തെങ്കിലും വേണോ? ഇപ്പൊ പറഞ്ഞോ, ശംഭു വാങ്ങിച്ചു തരുന്ന ചിലപ്പോ വേണോ? എവിടെ? അതാണ് ഉറപ്പാണോ? അപ്പൊ എനിക്കും വേണം. നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശംഭു ഒട്ടും പാടില്ല അല്ലേ ശംഭു? പറയാനൊക്കെ പ്രത്യേകിച്ചൊന്നുമുള്ള ഈ ചായ ഒട്ടിനും കൊള്ളൂല. ആ ചായ ഒട്ടിനും കൊള്ളൂല, ഒട്ടും കൊള്ളൂല. എന്തായാലും പറയണ്ട എന്തേല് ഇല്ലേ? ഒന്നുമില്ല. ബാക്കി രണ്ടുപേര് വരാനുണ്ട്, അവർ വരട്ടെ. സ്പൂണില്ല, ചായ മിക്സ്. ഇന്ന് രാവിലത്തെ ഫുഡ് ബ്രെഡ്. ശംഭുവിന് നൈസായിട്ടൊരു വയ്യായിക പോലെ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. IIT വന്നിട്ട് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നത് ശബരിക്കാണ് അല്ലേ ശബരി? എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ വയ്യ. അതെ അതെ അതെ, IIT ഹോസ്പിറ്റലിൽ പോവാണ് നമ്മള്. വെള്ളാവശ്യം ഉണ്ടായിരുന്നാ? നിങ്ങളെല്ലാം വാങ്ങിക്കാൻ വാങ്ങിച്ച ഞാൻ. ഉവ്വ, ഇന്നലത്തെ ഫുഡ് തയ്ച്ചതാണ് ഗൈസ്. ഇന്നലത്തെ ഫുഡ് സാരില്ല അല്ല. അങ്ങനെ ഷട്ടിൽ സർവീസിൽ കയറി IIT ഹോസ്പിറ്റലിൽ എത്തി.
எப்படி இருக்க? நல்லா இருக்கு, நல்லா இருக்கு. അമലേട്ടാ കൊച്ചു കള്ള നോക്കാം. രാത്രി മേലെ കിടന്ന് ഉറങ്ങില്ലാണ്ട് ശംഭു, രാത്രി മേലെ കിടന്ന് ഉറങ്ങിയില്ലെങ്കിലാണ്. എന്റെ പേരെന്തായിരുന്നു നിങ്ങളുടെ? എനിക്ക് അല്ല അംജിത്ത് വരുൺ നായർ. അതെന്താണ്? അതിന് മോനെ ആഘോഷല്ലേ അല്ലേ? ചേട്ടനോടെ പോയി വണ്ടി ഇടിക്കാൻ പോയത് സൈക്കിള്. അതിന്റെ കാര്യം പറഞ്ഞു തണ്ണിമത്തല്ലൊന്നും ഉണ്ടായിരുന്നു. എല്ലാരെങ്കിലും പോയി അപ്പൊ നീ കുരി കഴിച്ചില്ലല്ലോ. കുരുവിലല്ല പ്രശ്നം, തണ്ണിമത്തനാണ് പ്രശ്നം. ഇതിന്റെ ആയിരിക്കും. അല്ല, ഞാൻ എടുത്ത് ഞാൻ ഓഫാക്കിയൊക്കെ ആയിരുന്നു, കിട്ടിയില്ല. അപ്പോ വേഗം വേഗം എല്ലാരും ഇറങ്ങിട്ട് അവിടെ എത്താനുള്ള നടന്നു. എന്റെ ദൈവം ഈ കോളേജിൽ നടന്നു മതിയായി. അപ്പൊ ഗൈസ് നമ്മള് റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. അതെ, റെഡി ആയി പറയാ പറഞ്ഞപ്പോ റെഡി ആയ ദിവസം ഇറങ്ങിയത്. അതെ, എടാ എല്ലാരും എടുത്തോട്ടെ, സാധനങ്ങളൊക്കെ എല്ലാം എടുത്തോ, ഒന്നും മറക്കില്ല. അത് അവന് വേണ്ടതല്ല അതൊക്കെ പറഞ്ഞ. ഞങ്ങള് എന്താ രാവിലെ തന്നെ എന്തുവാ കറങ്ങാനായിട്ട് ഇറങ്ങി എല്ലായിടത്തും. അതെന്തായാലും ഇവിടെ നിർത്തില്ല, സ്റ്റോപ്പില്ല, ഓടിയിട്ട് കാര്യമില്ല. അവിടെ നമ്മുടെ പോലെ തോന്നിയോടത്ത് നിർത്തൂല. അത് മോള് നോക്കിയാടാ, അതിൽ നടക്കല്ല. ചിലപ്പോ വായലൊക്കെ വില വേറെ സാധനം. ഞങ്ങള് ഹോസ്റ്റല് ഫസ്റ്റ് ദിവസം കണ്ടുപിടിച്ചിട്ട് രാവിലെ മഞ്ഞൊഴുക്കി അങ്ങോട്ട് മഞ്ഞൊഴുക്കി വെള്ളം വീടരച്ച. എന്നാ ഗുഡ് മോർണിംഗ്. അല്ല ക്യാമറ നന്ദിതയില്ല. നമ്മളെല്ലാവരും കറങ്ങാൻ പോണം. ബസ് എടുക്കാൻ സമയമായിട്ടില്ല. ലൈക്ക് ഒരു 7 മണിക്ക് എടുക്കും. 7:15. ഇവരൊക്കെ ക്ലാസ്സിനകത്ത് വരെ ഞാനും ഒക്കെ വേറെ സ്വഭാവമാണ്. അതെ, കൂതറ സ്വഭാവമാണ് വേണ്ട. എങ്ങനെ മനസ്സിലായി? ഏത് ഡീസന്റ് ഇതെങ്ങാനും അവിടെ ഉള്ളവര് കണ്ട ഒരിക്കലും വിശ്വസിക്കില്ല. വേറെ ചിലരുടെ സ്വഭാവം കൂടി ഉണ്ട്, അതും കൂടി കോളേജ്. അതെന്താണ് ഞങ്ങൾ എത്ര സ്വഭാവം? ഒരു സിനിമയുടെ പേരുണ്ട്, അത്ര ഞങ്ങൾ വരാം. എന്തോന്നാ നീ എന്താണ് ഒപ്പിച്ചത്? 1983 ആണത്. അതെ, രാവിലത്തെ ഫസ്റ്റ് ഒക്കെ വേണമായിരുന്നു. അല്ല, നീ പറഞ്ഞ 6:15 ഫസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ
എന്റെ വാച്ച് 1 മണിക്കൂർ ഫാസ്റ്റാ. എന്റെ വാച്ച് ഇതിലാണ് സാക്കിലേക്ക് പോകണം. ഞങ്ങളുടെ മെസ്സ് കാണിച്ചത് മെസ്സ് ഞങ്ങളുടെ മെസ്സ് ഹിമാലയ മെസ്സ്. ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പറഞ്ഞ ഏറ്റവും മുകളിലത്തെ ഫ്ലോർ, സെക്കൻഡ് ഫ്ലോറിൽ വരും കഴിക്കും. ആൻഡ് ഇവിടെ നിർത്തിട്ടുന്ന വണ്ടിയിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ച് കഴിച്ചിട്ട് ശംഭുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കറക്റ്റ് ഇവിടെ. ഞങ്ങളുടെ ഹോസ്റ്റൽ കൃഷ്ണയ്ക്ക് പോകണമെങ്കിൽ അതിപ്പോൾ ഒരു വഴി എന്ത് ആ വഴി ആദ്യം കൂടെ പോകണം. അപ്പോൾ കൃഷ്ണ എത്തും. ലൈക്ക് അവിടെ നമ്മൾ വേലാച്ചി വഴിയാണ് പോകാൻ പോകുന്നത്. മെയിൻ ഗേറ്റ് വഴിയുള്ളത് നമ്മൾ ഇന്നലെ എക്സ്പ്ലോർ ചെയ്തു ഹോസ്പിറ്റലിൽ പോയപ്പോൾ. ഇനി ബാക്കിയുള്ളത് കാണാം. ഇന്ന് ഇഡ്ഡലിയും വട, ചട്നി, പിന്നെ കടല, സാമ്പാർ, മുട്ട പുഴുങ്ങിയത്. ഞാൻ സാമ്പാറും കടലയൊന്നും എടുത്തില്ല. മുട്ട പുഴുങ്ങിയത് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല എടുക്കാൻ വേണ്ടി. എല്ലാവരും നമ്മളെല്ലാം തിരിച്ച് വന്ന് ഹിമാലയയിലെത്തി. ഞാൻ ഇവിടെ ഹിമാലയ എന്നപ്പോൾ എൻ്റെ ടീം മെമ്പർ അവിടെ ഇരിപ്പുണ്ട്. ആ ബ്ലാക്ക് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിന് IIT മദ്രാസ്. അത് തന്നെ. ഇനിയിപ്പോൾ ചെന്നിട്ട് കുറച്ച് പ്രോട്ടോടൈപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. അത് 10 മണി വരെ ടൈമുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഉണ്ട് അതിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല? നിങ്ങളുടെ ടീമോ? ഡിസൈൻ എങ്ങനെയാ? പേപ്പറിലാണ് ഇത് വരച്ചേ? ഞങ്ങളുടെ കൂടെ ഒരുത്തനുണ്ട്, അവൻ ചെയ്യാന്ന് പറഞ്ഞ പിഗ്മ. ഓ അപ്പോൾ ഓക്കെ, ബൈ. 10-15 തമിഴ് വായിക്കാൻ അറിയില്ല. ഇല്ല. എത്തി ഗൈസ്, നമ്മളെത്തി. ഇനി നമ്മളിതിൻ്റെ ഉള്ളിലിട്ട് കയറണം. ഓക്കെ, ബാക്കി എൻ്റെ ഉള്ളിൽ ചാർജ് ഇല്ല തീരെ. ഫോണിൽ ചാർജ് ചെയ്യാൻ പറഞ്ഞു. അപ്പം നമ്മൾ ബാക്കി പിന്നെ ഇറങ്ങിയത് കാരണം നമ്മൾ എന്നാ വെയിറ്റ് ഗൈസ്, ഐ ഹാവ് ടു ആസ്ക് സംതിങ് ടു ദം. ബൈ ബൈ. ഞാൻ ബുദ്ധിമുട്ട് കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ കയറി 1:15 ഷോ ആൻഡ് വി ആർ ജസ്റ്റ് ഇൻസൈഡ് പ്ലാനറ്റോറിയം. മിസ്സേ നന്ദിത, just look here. And over here Samal bro. Yeah, and here my In Greek Skylord, this rectangle of 4 bright stars mark the എത്തി. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ. ഞങ്ങൾ സാധാരണ ഇതിലേ കൂടെ കയറി ഇങ്ങനെ വരാറ്. പക്ഷേ ഇത് അവിടെയാണ് സെഷൻസ് നടക്കാറ് അവിടെ. പക്ഷേ എന്താണ് അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ആ ബാക്കിലത്തെ എമർജൻസി എക്സിറ്റിലൂടെ കയറി വന്നതാണ്. നോക്കിയപ്പോൾ അവിടെയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അവരുടെ ബാക്കിൽ കൂടെ തന്നെ കയറി വന്ന് അവരാരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ പോവാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അതിനും ഇടയിൽ എവിടെയെങ്കിലൊക്കെ ബീച്ചിലോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. കയറുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. മിക്കവാറും കയറും. കാര്യം നമ്മുടെ ട്രെയിന് 8:45 അപ്പോൾ എന്തായാലും നമ്മൾ എവിടെയെങ്കിലും കയറാതിരിക്കില്ല. എന്തായാലും ഒന്ന് സെൻട്രലിൽ പോയിട്ട് ഇത് ലോക്ക് റൂമിൽ വെക്കണം, എന്നിട്ട് പോകണം. സോ എല്ലാ പരിപാടിയും കഴിഞ്ഞു. മിസ്സിങ് IIT. അത്യാവശ്യം 3 ദിവസം കൊണ്ട് IIT ഫുള്ള് അല്ലെങ്കിലും ഒരു സാക്കിൻ്റെ സൈഡ് ഫുള്ള് നമ്മൾ അരിച്ചു പറക്കി എല്ലായിടത്തും നടന്ന് രാത്രിയൊക്കെ വൈബായിരുന്നു. ഇന്നലെ ശംഭു 2 മണിക്കാണ് കയറി വന്നത്. അവന് പാടില്ലായിരുന്നെങ്കിൽ 2 മണിക്കാണ് ഊനോ കളിച്ചൊക്കെ കയറി വന്നത്. സെറ്റായിരുന്നു. എന്ത് നെയ്ച്ചിരിക്കണേ?
ശംഭു 2 മണിക്ക് കയറി പാടില്ലായിരുന്നെങ്കിൽ 2 മണിക്ക്. അതന്നെ അതന്നെ. എന്ത് ശംഭു ഇടിക്കണ്ട പാവൻ. ശംഭു ശംഭുനെന്ത് പറഞ്ഞു? ശംഭു ആ മൈക്കുടു ആണെന്ന് ഞാൻ പറഞ്ഞത്. കുടുക്കുടു. ഇക്കുടുക്കുടു ആയിക്കുടു ഇക്കട വേഗം പോയാൽ സീറ്റ് കിട്ടും. വേഗം പോയാൽ കൂടത്തുള്ള അത് അതിനേക്കാളും വലിയ വേറെയാണ്. ഇതവസ്ഥ എന്ന് പറഞ്ഞിട്ട് We are just going to the planetarium from SAC. ഇംഗ്ലീഷാണോ? വേണ്ട, മലയാളം മതിയല്ലേ? അപ്പ ശംഭുവിന് മനസ്സിലായില്ലോണ്ട് you just talk in Telugu. You just talk in Telugu. మనం ఇప్పుడు ప్లానటోరియం వెళ్తున్నాం. ఎక్కడది? ఎవిడేనా? And the opposite the main gate. ఆపోజిట్ టు ద మెయిన్ గేట్. తెలుగులో చెప్పాలా? ఆపోజిట్ కి తెలుగు ఏంటి అంటే మెయిన్ గేట్ కి ఆపోజిట్ గా ఉంటది ప్లానటోరియం అని. అక్కడికి వెళ్తున్నాం టూర్. అప్పుడు టూర్ అని చేస్తాడు రైట్? అప్పుడు ఏదో ఇట్ ఇస్ నాట్ లైక్ ఎ టూర్ అండ్ ఆల్. వి జస్ట్ గోయింగ్ టు విజిట్ simply because we are having lots of time after our presentation. That's it. Yeah, we just finished quickly because we didn't have. No, we had much things. We were expecting to present about 20 minutes. We are specific in this lean Canva model, so everything we will complete. Yeah, I think that was also a big point that we known that We showed in Canva. we also that's why he just not ask anything more. Yeah, അതിനല്ലേ lean Canva പഠിപ്പിക്കുന്നത്. actually we had a session on lean canva in our college. I saw that you were drawing. You were saying lean canva and all. I was saying to my that Shruti, they are also just doing that lean canva because in one shot all things, problems, solutions, everything will be there. ഇപ്പൊ എന്റെ ബർത്ത്ഡേ സിമിലർ ആയോണ്ടേ. Birthday similar. Yeah, Shruti and he have same birthday. എന്റെയും April സെയിം ബർത്ത്ഡേ, right? ഞങ്ങൾ ട്വിൻസ് പോലെ. Sorry. പോലെ എനിക്ക് പോടാ. I think I got it. എന്ത് കിട്ടി? Something 95% ഔട്ട് ഓഫ്. അങ്ങനെ വെച്ചപ്പോ out of അത് പോഡ്കാസ്റ്റിലുണ്ട്. അത് എടുത്തത് കേട്ടാ. പോഡ്കാസ്റ്റിലുണ്ടോ? പോഡ്കാസ്റ്റില്ല, പക്ഷെ എന്റെ കിടപ്പുണ്ട് ഓഡിയോ. ഓഡിയോ കിടപ്പുണ്ട്. അത് പോരെ? ഞാൻ പറഞ്ഞു മതി സംസാരിക്കുമ്പോ ആലോചിച്ച് സംസാരിക്കുമ്പോ വരില്ലൊന്നും. ആലോചിച്ച് സംസാരിക്കുമ്പോ ഒന്നും വരില്ല. മീൻസ് തിങ്ക് ചെയ്ത് സംസാരിക്കുമ്പോ ഒന്നും വരില്ല. പക്ഷെ ഇങ്ങനെ വായു എന്നൊക്കെ പറയുമ്പോ കോമൺ ഫ്ലുവന്റ് ആയിട്ട് വരും. ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് സ്റ്റട്ടർ അടിക്കും. അതെ, he was having a friend. He was having much of friends from Telangana, right? അതും ഞാൻ അതിനുശേഷം നമ്മളെ മെയിനുള്ള he's talking in Telugu always and we are not getting what he's talking. ഞാൻ They both of them are talking in Telugu like blah 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 and ഇവനോട് തെലുങ്ക് പറയണം. you talk to me also. Why? I don't know. എനിക്ക് ഇന്റർനാഷണൽ எதுக்கு நீ இந்த மாதிரி laugh பண்ணனும்? ഏത് ലാംഗ്വേജ് ഇപ്പൊ പറയണേ? we are South Indians. We have to know every language. South India like Malayalam, Telugu, Kannada, Tamil. CFO yeah. அந்த இது வந்து செகண்ட் ஸ்டூடண்ட் இது CWO ஏதாவது பேசுங்க. ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. പറ, നിങ്ങളൊക്കെ പറഞ്ഞോ. മലയാളം ஏதாவது சொல்லுங்க. മലയാളമാണൊക്കെ പറയുന്നത്. அப்படிയല്ല, ஏதாவது டாபிக் பத்தி ஏதாவது பேசுங்க. ഇവൻ ഇനി മലയാളം ഒഴിച്ച് എല്ലാ ഭാഷയും പറയുന്നു. ഇപ്പോ കേരളയിൽ മലയാളം പറയാം. ഇത് പറയണൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല. പ്രഭാസിനെയും മഹേഷ് ബാബുനെയും നേരിട്ട് മനസ്സിലാന്ന് പറഞ്ഞു. മഹേഷ് ബാബു റിലേറ്റീവാ. അല്ലല്ല, ആരുടെ? സത്യ എന്ന് പറഞ്ഞവൻ മഹേഷ് ബാബുന്റെ റിലേറ്റീവാ. mother side relative. He have invited us to see this Mahesh Babu and Prabhas Sanna for real. Not in picture. അത് അവർക്ക് പോലും അറിയില്ലായിരുന്നു. കൂടെയിരിക്കണവർക്ക് he was asking us that Prabhas name in the Mahesh Babu na paakanuma abdi.
That time we said yeah. Alle. ഞാൻ മനെ കൊണ്ടു I thought he was saying about he will show us in the phone and all. But he was saying not. കാണാൻ നോക്ക്. അപ്പൊ അമ്മ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടോ. I thought he was saying he was just showing the phone. പിന്നെ എനിക്ക് മനസ്സിലായത് for real അവരും പറയണേന്ന്. അയാൾ വെറുതെ ഒന്ന് പറയൂ. ആടാ. He just invited us to there, but പോയില്ലോ എന്നറിയില്ല for the expense. വെറുതെ പറയണതും കാര്യമായിട്ട് പറയണ മനസ്സിലാവും. I think we get much connections over here from Telangana, Kannada. I mean, no, Karnataka. Actually, ഇതൊരു കോളേജ് ആണെങ്കിൽ ഇതൊരു സംഭവം ആയിരുന്നെങ്കിൽ we all will be improved. Great friends. Yeah, not only great friends, we will be having much talent. Even this Shambhu was talking about his. Wait, I will say. This guy was talking about. തിരിച്ചങ്ങോട്ട് വന്നിട്ട് മലയാളം സത്യം പറയല്ലേ ഇവിടെ ഇത്രയും പേരുടെ അടുത്ത് സംസാരിച്ച് വിക്കി തുടങ്ങിയപ്പോ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോ ഇപ്പൊ എന്ത് പറഞ്ഞാലും മനസ്സിലാക്കിയാൽ മതിയല്ലേ. This guy was talking about a startup to that guy and Nambu about that. He was also doing that same kind of startup since 5 years, and he is having much more jobs or projects to work on, and he needs some people. So they are trying to collaborate, and he have provided that his number for that. What about your opinion? Yeah, good. This is good. But don't utilize Vishnu. Yeah. ഇല്ലില്ല വിഷ്ണു ഇല്ല അപ്പൊ പറഞ്ഞു അവര് ചേട്ടനോട് പറഞ്ഞു. We entered in the metro over here. So ನಮ್ಮ ചെന്നൈ அந்த മെയിൻ സ്റ്റേഷനിൽ കിட்ட പോരാ നമ്മൾ എത്തി, സെൻട്രൽ സ്റ്റേഷൻ എത്തി. ഇനി ഇതിന്റെ മുകളിലേക്ക് പോകണം. എന്താ പെനിട്രേറ്റ് എന്ന് തന്നെ പറയണം. നുഴഞ്ഞ ചുറ്റിൽ കൂടുതലാകും. മണ്ണുകല്ലൊക്കെ കാണും. കൊക്കെ അല്ല, സ്പ്രിങ് നമ്മൾ ലിഫ്റ്റിലാണ്. ആക്സിലേറ്റർ ഉള്ള ലിഫ്റ്റ് എത്തി. ഇതല്ല ഇനിയും നോക്കുന്നുണ്ട്. ഇല്ല, അപ്പുറം മുകളിൽ പോണം. അപ്പടിയാ ഇനി മുകളിലേക്ക് ഉണ്ടോ? അപ്പേക്ക് യുപി അപ്പൊക്കെ ഞെക്കിയതാ. യുപി സ്കൂൾ ഹയർ പ്രൈമറി ഡോർ പ്രൈമറി ഡോർ പ്രൈമറി. ഇത് എന്നെ ഇത് മൂപ്പന്നല്ലേ? ഇതാണ് മുകളില്. Now leaving from platform 1 in 8 minutes. Yeah. என்ன விசில் எல்லாமே பண்ணிட்டு இருக்கு. എക്സിറ്റ് ഇരുട്ടറയിൽ നിന്നും വെളിച്ചത്തിലേക്ക്, നിലവറയിൽ നിന്നും പുറത്ത്. ഹലോ ഗൈസ്, നമ്മളിപ്പോ എവിടെയാണ്? മറീന ബീച്ച്. മറീന ബീച്ചിലെത്തിയിരിക്കുകയാണ്. കുറെ നടക്കാനുണ്ടെന്നറിയാം. ഫോട്ടോ ബീച്ച് കാണിച്ചോട്ടെ. ബീച്ച് എവിടെ ബീച്ച് കാണാനല്ലേ? നിങ്ങൾ കണ്ടുപിടിക്കണം. വെള്ളം കണ്ടുപിടിക്കേണ്ടതാണ് നിങ്ങളുടെ ടാസ്ക്. പട്ടി പിന്നെ അമീഷയ്ക്ക് പറ്റി കുറെ ചെക്കന്മാരുണ്ട്. അമീഷ, if you are seeing this vlog, you can select one of them. Okay. Yeah, so many annachis. देखो അവിടെ ഒരു അണ്ണാച്ചി. എന്നെ കുടിങ്ങ. അതെ, ഫോൺ പിടിച്ചപ്പോഴത്തേക്കും തമിഴ് വന്നിട്ടുണ്ട്. ഇത് ഏത് ലൊക്കേഷനിൽ പോണ ആ ലാംഗ്വേജ് വരുള്ളൂ. ആന്ധ്ര കൊണ്ടാല ആന്ധ്രവാ? ഇല്ല, അതല്ലപ്പ. എന്താണ് കൈ പാറുങ്ങ. തമിഴ് പഠിച്ചതിനോ എനിക്ക് அதுக்கு முன்னாடியே சமைச்சு தெரியும். தமிழ் தெரியும், அப்படிதான் சொன்னேன். என்ன பண்ணிட்டு இருக்கீங்க? അതെ, ഏതാ
കടകളാണോ? അത് പാലം. നമ്മളതിൽ കൂടെ അല്ല വന്നത്. അല്ലല്ലേ, ബിൽഡിംഗ് ആണോ? ഇത് ഈ വോയിസിന് കിട്ടാൻ കാറ്റ് വീശുന്നുണ്ട് ചിലപ്പോ. നോക്കണോ? എല്ലാരും ഒരേ സ്ഥലത്താ. നമ്മൾ 6 പേരും വഴി ഇതുപോലെ തന്നെ അടുത്തെടുത്ത്. ആകാശം എതുക്ക് മിസ് നീങ്ക എനിക്ക് വാങ്ങിച്ചു താങ്ക? എന്തിന്? ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് തരാറില്ലടാ നിനക്ക്. അയ്യാ, ഞാൻ മന്തിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്റെ പിള്ളേർക്ക്. മിസ്സിന്റെ മന്തി ആയിട്ടുണ്ടോ? മിസ്സിന്റെ മന്തി സെറ്റ് മന്തിയാണ് ഗൈസ്, സൂപ്പർ മന്തി. എന്നെ ഗൈസ് അങ്ങനെ 1/2 മണിക്കൂർ നടന്നതിന് ശേഷം ഞങ്ങൾ വെള്ളം കണ്ടെത്തിയിരിക്കുകയാണ് അല്ലേ ഗൈസ്? അല്ലേ നന്ദിത? യെസ്. ഇനി നമ്മൾ ഇറങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം. ഇറങ്ങണുണ്ടോ നീ? ഡിപ്പെൻഡോ അവിടെ തൊട്ട് വേണമെങ്കിൽ തണ്ടിടാം, വേണമെങ്കിൽ ഷൂ ഇപ്പഴേ ഊരി വെച്ചു. എന്താ തള്ളിട്ടാ? എടി ഇതൊക്കെയല്ലേ ഒരു വൈബ്. നീ അങ്ങോട്ട് പോ, അപ്പൊ ആൾക്കാർ വരും. അയ്യാ ചെല്ലി ചോട്ടില്ല. അതെന്താന്ന് പറയാൻ ആൾക്കാർക്ക് ശംഭുവിന്റെ വക എന്തെങ്കിലും ട്രീറ്റ് ഉണ്ടാവും അല്ലേ ശംഭു? ഇതെന്താ സാധനം? മിസ്സേ, അതെന്താ സാധനം എന്നറിയോ? മഞ്ഞ. നിനക്കറിയോ ശംഭു? അല്ല ശംഭു അല്ല, ഹംജി. എന്താ പറയാ, പൂജിച്ചിട്ട് ദോഷങ്ങളൊക്കെ പോകാൻ വേണ്ടി ഒരു കടലോട്ട് ഇറങ്ങണില്ലെന്ന് പറഞ്ഞതിനാണ് കടലാമതി ഇവിടെ ഒന്ന് നനച്ചോണ്ട് പോയി. എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അവളെ എന്നോട് പിടിച്ചു വെച്ചാൽ പട്ടി അടിക്കാൻ വന്നു. ഞാനും അതെ, പട്ടി അടിക്കാൻ വന്നോണ്ടിരിക്കുമ്പേ ഇവിടെ നിന്ന് എല്ലാവരും ഒച്ചെടുത്ത് ഓർഡർ. ഞാനും വിചാരിച്ച അവിടുന്ന് പട്ടി വേറെ ഓടി വന്നു. ശമ്പൂല കണ്ടിട്ട് ചെരുപ്പെടുത്തില്ല. ഞങ്ങൾക്കില്ല, എനിക്കുണ്ട്. ചെരുപ്പുണ്ട്, നിക്കറുണ്ട്, എല്ലാം ഉണ്ട്. കൊണ്ടുപോയിട്ടോ. എനിക്കൊരു പുതിയ 2 ഷൂ ഉണ്ട്. നല്ല വേണം. അവന്റെ കാല് പിടിച്ചു വെച്ചേക്കാം. ലെഗിലൊക്കെ പോട്ടെ പോട്ടെ പോട്ടെ. ആ പോകട്ടെ പോട്ടെ. പിടി പിടി പിടി. കടലിലുള്ള കാല കഴിച്ച് പോകടാ, വാങ്ങടാ. കേറുക.
എത്രത്തോളം. എന്റെ ബാഗിന്റെ ഉള്ളിലാ. എവിടെയാന്നറിയാം. അവിടെ ഇല്ല. കോളേജിലേക്ക് മറ്റേ ഊട്ടാ. എങ്ങനെയുണ്ടെന്ന് പറ. 10 ഉണ്ടാവും. 20 ഉണ്ട്. എടാ ഒരു പാട്ട് നോക്കിയാടാ. ശംഭു നീങ്ങിക്ക്. അടുത്ത ആള് ചവിട്ടി ഞാൻ കണ്ടേ. നമുക്ക് എവിടെ പോണ്ടത്? വീട്ടിക്ക്. അല്ല സെൻട്രൽ. എങ്ങനെ ക്യാബ്? ഓട്ടോ പോരെ. ഓട്ടോ ക്യാബ്. ശരിക്കും ക്യാബിൽ 6 പേരെ കയറ്റൂല. കയറ്റുമായിരുന്നെങ്കിൽ അതായിരുന്നു ലാഭം. അതെ പുറകെ പോയി തത്തേനെ കൊല്ലരുത് കേട്ടോ. ഞാനതല്ല തത്തേനെ വാങ്ങിച്ചരാം. തത്തേലും മോശമായ അവസ്ഥയിലായിരിക്കും ഇവിടുന്ന് കൊണ്ടുവരിക. കാർഡ് എടുപ്പിക്കാം. നോക്കും തത്ത തുള്ളിയാ മതി. ചതയ്ക്കും എന്നിട്ട് അതിലേക്ക് ഉള്ളി, പിന്നെ അവരെ ചട്നി, സോസ്, പുതിയ ചട്നി, ഇത്തിരി തൈര്, പിന്നെ വീണ്ടും ഉള്ളി ഇടും, വീണ്ടും സോസ് ഒഴിക്കും, എന്നിട്ട് അത് ഗരം മസാല ഉണ്ട് അതിടും, എന്നിട്ട് വീണ്ടും ഒരു മറ്റേ പൊടിയില്ലേ ചിപ്സ് പോലത്തെ അതിലിട്ട്. എനിക്ക് ഫുഡ് ഫെസ്റ്റ് ഉണ്ടാക്കിയ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അംജിത്തിന്റെ നൂഡിൽസ് പാനിപ്പൂരി ഇഷ്ടാണോ? ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇഷ്ടാണോ? ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. സെറ്റ് വാങ്ങിച്ചു നമ്മള് ബിരിയാണി. കുറെ നാളായിട്ട് വെജ് ആയിരുന്നല്ലോ, അപ്പൊ ഞാനും അമരേട്ടനും ഒരു നോൺ വെജ് ബിരിയാണി വാങ്ങിച്ചു. ശംഭു നീ എന്താ വാങ്ങിച്ചേ? നൂഡിൽസ്. ഞാൻ പറഞ്ഞ വേണ്ടാന്ന്, അവന്റെ വയറിന് സുഖമില്ല. അതിന്റെ നൂഡിൽസും വാങ്ങിച്ചു, ഇതും വാങ്ങിച്ചു. ഓക്കെ ആയാ? നന്ദിതയും അംജിത്തും മിസ്സും കൂടെ ചപ്പാത്തിയും ചില്ലി ഗോപിയും വാങ്ങിച്ചു. നമുക്കിനി ബാഗ് എടുക്കാൻ പോണം. അംജിത്ത് വെള്ളം റീഫിൽ ചെയ്യാൻ പോവാ. 3 രൂപ 500 ml. മിസ്സിന്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിചയപ്പെടുത്തുകയാണ് എല്ലാവരെയും മിസ്സ്. ആൻഡ് ഞങ്ങളുടെ ലഗേജൊക്കെ ഇവിടെ ഉള്ള കാരണം പോലീസേട്ടൻ പറഞ്ഞ് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ബാക്കിയുള്ള ഇരുന്നാൽ മതി. സോ ഐ വാസ് സിറ്റിംഗ് ഹിയർ. നോ, ഐ ആം സിറ്റിംഗ് ഹിയർ. നമ്മുടെ ട്രെയിൻ എടുത്ത് ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. ആൻഡ് ട്രെയിൻ എടുത്തിപ്പോൾ